ഇല്ല കൃഷ്ണ, ഇവിടുന്ന് വരാൻ തോന്നുന്നില്ല. ഞാൻ രാജശേഖരൻ സാറിനെ കണ്ട് കാല് പിടിച്ച് എങ്ങനെയെങ്കിലും അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുക. ഇപ്പൊ നീ എവിടെയാ? നടു റോട്ടിൽ കുത്തിരിക്കുകടാ. എടാ കൃഷ്ണ, എനിക്ക് കുറച്ച് കാശ് വേണം. എടാ അത് ഞാൻ ശരിയാക്കി തരാം. എടാ, സെക്കൻഡ് ഇന്നിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ വന്നുകൊണ്ടിരിക്കുന്നു. ഹലോ ഹരീഷ് സാർ, നമ്മുടെ ഹരീഷിനെ പോലെ ഒരാള്. എന്തിനാണ് വണ്ടി സ്ലോ ചെയ്ത്? നമ്മുടെ കാറി കയറ്റിക്കൊണ്ട് പോയാലോ? ആ, അവന്റെ തലയിലെടുത്ത് നടു റോഡിൽ കൂടെ ഓടണമെന്നായിരിക്കാം. ഹലോ. ഹലോ സാർ, രാജശേഖരൻ സാർ. ഓട്ടം കണ്ടില്ലേ, ആരെ തോൽപ്പിക്കാനെന്ന പോലെ. പക്ഷെ PT ഉഷ അക്കാദമിയിൽ സെലക്ട് ചെയ്തു. അവർ ഒളിമ്പിക്സിൽ പോയി ഓടുകയും ചെയ്തു. ഇവൻ ഓടുന്നത് എങ്ങോട്ടാണോ? നന്നായി ഓടട്ടെ. ഓസിന് കഴിച്ച ശാപ്പാടൊക്കെ അപ്പോഴേ ദഹിക്കുള്ളൂ. സാർ. സരോജിനി, സരോജിനി, സരോജിനി. ആരടാ അത്? ഒരു ഡീസൻസി ഇല്ലാതെ വിളിച്ചു പോകുന്നത്? ചേച്ചി. ചേട്ടാ, വരണം 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 ചേട്ടാ. അവനെയും കുറിച്ച് കൂടുന്നുണ്ടോന്നൊരു സംശയം. സരോജിനി ഇവിടെ തന്നെയല്ലേ ഉള്ളത്? കോമഡിയാടാ. അതേന്നാ തോന്നുന്നത്. ചിരി വരുന്നില്ല കേട്ടോ. ചേച്ചി, സരോജിനി ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സത്യം പറ. സരോജിനി ഇവിടെ ഉണ്ടാവാം, ചിലപ്പോ ഇല്ലാതെ ആവാം ചേട്ടാ. അയ്യോ, ശ്വാസം വിടാതെ ഇങ്ങനെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കല്ലേ. നീയാ എന്റെ ചേച്ചി, ഞാൻ നിന്റെ അനുജനാ. 3 മിനിറ്റിന് ശേഷം ഞാൻ ജനിച്ചിരിക്കുന്നേ, പിന്നെ ഞാൻ എങ്ങനെ ചേട്ടാ ചേച്ചി ആവുന്നേ? വിവരമില്ലാതെ സംസാരിക്കാം. ആദ്യം ജനിച്ച ആളാ മൂത്തത്. നീ എന്റെ ചേച്ചിയാ. അതെ, കൂടുതൽ ഡയലോഗ് അടിക്കാതെ സരോജിനി ഇറക്കി വിട്. സരോജിനി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതെന്താടാ വള്ളിക്കെട്ട് കേസാണല്ലോ. സാർ അങ്ങോട്ട് നോക്കിയേ. ആ നിൽക്കുന്ന പിന്നെ ആരാ? സരോജിനി ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. സരോജിനി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവരുടെ കൂടെ ചേർന്ന ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഗതികേട് നിനക്കും ഉണ്ടാവും. ഹലോ, എന്താ വാക്കുകളൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം. ചേട്ടനൊന്നും ഞാൻ നോക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ തലയിടണ്ട. പിന്നെ ഞാൻ വന്ന് വിളിച്ചാലേ നീ വരൂന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞു അല്ലേ? ഇതാ വിളിച്ചിരിക്കുന്നു. വാ നമുക്ക് പോവാം. എന്തൊരു ഉഷാറ്. ദേവു, നീ വന്നു നന്നായി. അയ്യോ, എന്തൊരു സ്നേഹം. ഇനി എങ്ങനെ ഉരുക്കൊണ്ടു പോകും? അതെ, നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, അടുത്ത ആഴ്ചയാണ് ഞങ്ങളുടെ വിവാഹ വാർഷിക ആഘോഷമായിട്ട് കൊണ്ടാടുന്നത്. അതിന് CM നെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഈ സമയം നോക്കിയാ നിന്റെ അമ്മ ഇവരുടെ കൂടെ ചേർന്ന് തന്നെ തോപ്പിക്കാൻ നോക്കുന്നത്. ഓ, അപ്പൊ ഇതാണ് കാര്യല്ലേ? പറഞ്ഞ എങ്ങനെയാ പറഞ്ഞേ? പ്രസ്റ്റീജ് പോകുന്നു വിചാരിച്ചു വന്നതാ, അല്ലാതെ ഫീലിങ്സ് ഒന്നും അല്ല. നീ മിണ്ടായിരിക്കെ, ഞങ്ങൾ പറയട്ടെ. എന്താ സരോജിനി, ഞാൻ നിന്നോട് ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അല്ലെ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ കണ്ടവരെ വാക്കും കിട്ടിവിടുമെന്ന് നിൽക്കുന്നത്? ആരാ കണ്ടവരെ? കൂടുതൽ സംസാരിക്കണ്ട. നോക്ക്, ഇതൊക്കെ ചെയ്താലേ തെറ്റുള്ളൂ. ഇത്രയും നാളും എന്നെ ഒരു വേലക്കാരിയെ പോലെയല്ലേ കണ്ടത്? എനിക്കും കുടുംബത്തിൽ ഒരു വില ഉണ്ടാവണം. ശരി, എല്ലാം പറഞ്ഞ പോലെ. ഇപ്പൊ വാ പോവാ. അതെ, മര്യാദയ്ക്ക് കൈയെടുത്തേ. ഭാര്യക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ തുറന്നത് നിയമപ്രകാരം തെറ്റാ. ഇങ്ങോട്ട് മാറി നിക്ക. നീ വലിയ നിയമമൊന്നും പറയണ്ട, എല്ലാത്തിനും കാരണം നീയാ. അതെ, ഞാനാണ് കാരണം. ഇവള് ദേഷ്യപ്പെട്ടതിന് ഞാനാ കാരണം. അന്ന് അവള് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോന്നില്ലേ? ദേ എല്ലാത്തിനും ആ ചെറുക്കനാ കാരണം. നീ മാത്രം എല്ലാത്തിനും കേമന. നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. നീ എന്ത് ചെയ്യടാ? നീ പോടി. പോടിയോ? എന്തേ? നീ ഡാ ചേർത്ത് വിളിക്കുമ്പോ എനിക്ക് ഡി ചേർത്ത് വിളിച്ചൂടെ? മോളെ, ഈ അഹങ്കാരിയുടെ കൂടെ ചേർന്ന് നിനക്കും ഭ്രാന്തോ? നീ വാ പോവാ. അവിടെ വരില്ലെന്ന് അവരുടെ കാര്യം നീയാണോ തീരുമാനിക്കുന്നത്? ചെമ്പം മുടിച്ചു. സാർ, ഞാൻ പറഞ്ഞല്ലേ, സാറിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമായിരുന്നു. സാർ, അമ്മയോട് എങ്ങനെയാ പെരുമാറേണ്ടത്? അടിക്ക് ഞാൻ. 25 വർഷം കൂടെ ജീവിച്ചവളോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് നീയാണോ എന്നെ പഠിപ്പിക്കുന്നത്? അവളെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. നിന്റെ സഹായം വേണ്ട. അകത്ത് കയറണം സാർ. ഹാൻഡിൽ. സാർ, ഞാൻ കാരണം പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ രണ്ടുപേരും ചേരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ കാര്യമായിട്ടാ സാർ.